ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഷെറീസ് വേൾഡ് ഓഫ് ടേസ്റ്റ് ആൻഡ് ടാലൻസ്. അപ്പോൾ ഇന്നൊരു ഔട്ടിംഗ് വ്ളോഗാണ്. ഞങ്ങളിത് അവിടെ സാലിമക്കുട്ടറ വീട്ടിൽ അൽനെഹദയിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ ഇവിടുന്ന് നമ്മൾ എന്താ പറയുക, നമ്മൾ എങ്ങോട്ടാ പോണത്? നമ്മൾ എന്താണ് സഹാറ സെൻറ്ററിലോട്ട് പോവുകയാണ്. അപ്പോൾ ഞങ്ങളിങ്ങനെ നടന്നിട്ടാണ് സഹാറ സെൻറ്ററിലോട്ട് പോണത് അല്ലേ? ഹലോ ഗായ്സ് എന്ന് പറഞ്ഞേ. ഓക്കെ, ഷുഗാണോ എന്ന് ചോദിച്ചേ. ഷുഗണ്ടോ ചോദിക്ക്. ഹാപ്പി ആണോ? ഞങ്ങൾ ടാറ്റ പോവാണ്. ഓക്കെ, പിന്നെ നമ്മള് സഹാറ സെന്ററിൽ എന്ത് വാങ്ങാൻ? ചോക്ലേറ്റ് വാങ്ങാൻ പോവാണ്, ഐസ്ക്രീം വാങ്ങാൻ പോവാണ്. ഓക്കെ, അപ്പൊ ഞങ്ങളുടെ ഷോപ്പിംഗ് കാഴ്ചകളും വിശേഷങ്ങളുമാണ് വീട്ടിൽ. കാര്യമായിട്ട് ഷോപ്പിംഗ് കാര്യമൊന്നുമില്ല, വെറുതെ ഈവനിങ് ഒരു വാക്കാണ്. അപ്പോൾ വാക്ക് ചെയ്തിട്ട് നമ്മൾ സഹാറ സെൻറ്ററിലോട്ട് പോവാണ് വിത്ത് മൈ ഫാമിലി ആൻഡ് മൈ സിസ്റ്റർ ഫാമിലി ടുവേർഡ്സ് ടു സഹാറ സെൻറ്റർ ഷാർജ. അപ്പോൾ ഇതാ ഞങ്ങൾ സഹാറ സെൻറ്ററിൽ പോകാൻ വേണ്ടിയിട്ട് ഡ്രസ്സൊക്കെ ചെയ്ത് എല്ലാവരും പുറത്തിറങ്ങി ലിഫ്റ്റിലോട്ട് കയറുകയാണ്. ഞങ്ങൾ ലേഡീസ് മാത്രമായിട്ടുള്ളൊരു ട്രിപ്പാണ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ലിഫ്റ്റിൻ്റെ താഴേക്ക് ഇറങ്ങി പോകാനുള്ള തയ്യാറെടുപ്പൊക്കെ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഇവർ താമസിക്കുന്നതെന്ന് പറഞ്ഞാൽ അൽനഹദ എക്സാക്ട് ലുലു പാർക്കൊക്കെ അല്ലേ, അതിൻ്റെയൊക്കെ എക്സാക്റ്റ് ഓപ്പോസിറ്റാണ്. അപ്പോൾ അവിടുന്ന് നടന്നു പോകാനുള്ള ദൂരമുള്ളൂ സഹാറ സെൻറ്ററിലോട്ട്. പക്ഷേ എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ കുറേ ഇങ്ങനെ റോഡുകൾ ഇങ്ങനെ ചാടി മറിഞ്ഞു പോകണം. ഞങ്ങൾക്കത് എക്സ്പീരിയൻസ് ഇല്ല, ഇവർക്കത് ശീലമാണ്. എന്നാലും ഒരു രസമുള്ളൊരു യാത്രയായിരുന്നു. നടത്തൊക്കെ നല്ല രസമായിരുന്നു. രാത്രി എന്താ പറയുക, നല്ലൊരു വൈബായിരുന്നു കേട്ടോ നടക്കുമ്പോൾ. അപ്പം നമ്മൾ സഹാറ സെൻറ്ററിൻ്റെ ഉള്ളിലോട്ട് എത്തിയിട്ടുണ്ട്. ഈ സഹാറ സെൻറ്റർ എന്ന് പറയുന്നത് ആക്ച്വലി ഷാർജയിലത്തെ ഒരു പഴയ മോളാണെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണത്. ഒരുപാട് സ്പേസിന് നടക്കാൻ കുറേ ഉണ്ട്. അത്രയും പഴക്കം ഉള്ളൊരു മോള് തന്നെയാണ് സഹാറ മോൾ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ആസ് യൂഷ്വൽ ലേഡീസൊക്കെ ആയിട്ടൊരു ഹാങ് ഔട്ട് നടത്തുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും പോകുക, കുറേ ഡ്രസ്സിൻ്റെ കടയിൽ പോകും. അപ്പോൾ ഫസ്റ്റ് നമ്മളൊരു ഡ്രസ്സിൻ്റെ കടയിലാണ് പോയത്. അത് കഴിഞ്ഞിട്ട് കുറേ ചെരുപ്പുകൾ കിട്ടുന്ന വിഗോ എന്ന് പറഞ്ഞൊരു ഷോപ്പിൻ്റെ. ഇതിൻ്റെ ഇവിടെ കുറേ ഷോപ്സുകളുണ്ട് കേട്ടോ. ഇവിടെയൊക്കെ നല്ല ഓഫേഴ്സ് ഉണ്ടായിരുന്നു, ചെരുപ്പിനായാലും ഡ്രസ്സിനായാലും ഒക്കെ ഓഫേഴ്സ് ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അധികം ആളുകൾ എന്താ വെച്ച് കഴിഞ്ഞാൽ റമദാൻ്റെ തിരക്ക് ഇതിൻ്റെയൊക്കെ തിരക്ക് കഴിഞ്ഞിട്ട് ഉള്ളതാണ്. പക്ഷെ നല്ല കളക്ഷൻസൊക്കെ എനിക്ക് തോന്നി. സാൻഡൽസിനായാലൊക്കെ നല്ല കളക്ഷൻസുണ്ട്, ഷൂസിന് നല്ല കളക്ഷൻസ് ഉണ്ട്. 39, 29 ഈ റേഞ്ചിൽ ബാഗ്സുകളും ഷൂസുകളും ഉണ്ട്. അതുപോലെ തന്നെ ഹൈ റേഞ്ചിലുള്ള ബാഗ്സും ഷൂസും അതുമുണ്ട്. വിഗോ എന്നാണ് ഷോപ്പിൻ്റെ പേര്. ഇത് അവർ പറഞ്ഞ ഇന്നലെ ലാസ്റ്റ് ഡേ ആയിരുന്നു, പ്രൊമോഷൻ ഡേ എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്തായാലും നമ്മളവിടുന്ന് ഇപ്പോൾ ഈ പെരുന്നാളിൻ്റെ കുറച്ച് പർച്ചേസിങ് ഒക്കെ ഓൾറെഡി കഴിഞ്ഞ കാരണം കൊണ്ട് തന്നെ ഇനിയൊരു ചെയ്യേണ്ടെന്ന് വിചാരിച്ച് ഒന്നും വാങ്ങിയില്ല. പിന്നെ നമ്മൾ കയറിയത് പെർഫ്യൂമിൻ്റെ ഷോപ്പിലായിരുന്നു. അപ്പോൾ എനിക്ക് എന്തായാലും ഒരു പെർഫ്യൂം വാങ്ങാനുണ്ടായിരുന്നു. അപ്പോൾ അവിടെയും ഈ പറഞ്ഞ പോലെ തന്നെ ഓഫർ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എന്തായാലും അവിടുന്ന് ഒരു ഊതിൻ്റെ ഒരു പെർഫ്യൂം വാങ്ങിയിട്ടുണ്ട്. അത് നല്ല അത്യാവശ്യം നല്ല ഓഫറിൽ എനിക്ക് കിട്ടി. എസൻസി എന്ന് പറഞ്ഞ ഷോപ്പിലാണ് നമ്മൾ കയറിയിട്ടുണ്ടായിരുന്നത്. നല്ലതായിരുന്നു. എന്താ വെച്ചാൽ ഒരു 50 ദിർഹംസിൻ്റെ ഒക്കെ വരുന്നൊരു പെർഫ്യൂം, കുറച്ച് റേറ്റ് കുറഞ്ഞിട്ട് നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ളത് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അവിടെ ഈ പറഞ്ഞ ഈ ഷോപ്സിൽ ഇവിടെ കുറേ ഷോപ്സ്, ഈ ഷോപ്സിലൊക്കെ എന്താ വെച്ച് കഴിഞ്ഞാൽ റേറ്റ് കുറഞ്ഞതുകൊണ്ട് നല്ല ഹൈ റേറ്റിലുള്ള നല്ല ബ്രാൻഡഡ് പെർഫ്യൂംസും ഉണ്ട്. ഈ ഷോപ്സിലായിട്ട് നമ്മൾ കയറിയ ഷൂസിൻ്റെയും ബാഗ്സിൻ്റെ ഒക്കെ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുപാട് കളക്ഷൻസും ഉണ്ട് കേട്ടോ. പല ഇതുള്ളത് നമുക്കവിടെ കിട്ടും. അതെല്ലാം കഴിഞ്ഞ് നമ്മളിങ്ങനെ മുന്നോട്ട് നടക്കുകയാണ്. കുറേ കാഴ്ചകളൊക്കെ കണ്ട് നടക്കുകയാണ്. അപ്പോൾ അവിടെ തന്നെ നമ്മളൊരു ജ്വല്ലറി ഷോപ്പിലെത്തി. അവിടെയും ജസ്റ്റ് കണ്ടു പോന്നു. പിന്നെ പോണ വഴിക്ക് ഇങ്ങനൊരു കുറച്ച് സംഭവങ്ങൾ കണ്ടു. പലൊരു റബ്ബർ ടൈപ്പ് മെറ്റീരിയലുള്ള കുറേ ബാഗ്സും വാട്ടർ ബോട്ടിൽസും ഒക്കെ നല്ല രസമായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ആസ് യൂഷ്വൽ ലേഡീസ് പോകുന്ന മേക്കപ്സിൻ്റെ കടകളിലെത്തി. ലിറ്റോയിലി എന്ന് പറഞ്ഞിട്ടൊരു ഷോപ്പാണ്. ഞാൻ ആക്ച്വലി ആദ്യമായിട്ടാണ് ഈ ഷോപ്പ് കാണുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇവിടെ നമുക്ക് കാണാത്ത കുറേ ബ്രാൻഡഡ് മേക്കപ്പ് പ്രൊഡക്ട്സ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ എല്ലാ ബ്രാൻഡഡ് ആയിട്ടുള്ള കാണാത്ത ബ്രാൻഡ്, അതുപോലെ തന്നെ നമ്മൾ സ്ഥിരമായിട്ട് കാണുന്ന ഫ്ലോറമർ, മെബിലൈൻ അങ്ങനത്തെ പിന്നെ ഗസ്സിൻ്റെ അങ്ങനത്തെ ഒക്കെ ഒരുപാട് അങ്ങനത്തെ ബ്രാൻഡുള്ള അവിടെയുണ്ട്. അതൊക്കെ കണ്ടു കഴിഞ്ഞ് നമ്മൾ താഴെ ലിഫ്റ്റിലോട്ട് പോവുകയാണ്. താഴത്തെ ഇതിലോട്ട് പോവുകയാണ്. താഴത്തല്ല, മുകളിലോട്ടാണ് പോകുന്നത്. അവിടെയാണ് ഫുഡ് കോർട്ട് ഉള്ളത്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഫുഡ് കോർട്ടിലേക്ക് എത്തിയിട്ടില്ല, അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആക്ച്വലി ഞങ്ങൾ ഈ സൺഡേ ഞങ്ങൾ കുറച്ച് ലേറ്റായിട്ടാണ് പോയത്. പിന്നെ നെക്സ്റ്റ് ഡേ ഓഫീസ് ഉണ്ട്, സ്കൂൾ വർക്കിൻ്റെ ആണ്. അപ്പോൾ അത് കാരണം കൊണ്ടൊക്കെ തന്നെ മോൾ ഇച്ചിരി തിരക്ക് കുറവായിരുന്നു. നോർമലി സഹാറ സെൻറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര തിരക്കുള്ള മോളാണ്, എസ്പെഷ്യലി അതിൻ്റെ ഫുഡ് കോർട്ട്. ഇപ്പോൾ നമ്മൾ ഫുഡ് കോർട്ടിൽ എത്തിയിട്ടുണ്ട്. എനിക്ക് സഹാറ സെൻറ്ററിൻ്റെ വേറെ ഏതൊരു മോളിനെയും കാട്ടി ഇഷ്ടം ഈ സഹാറ സെൻറ്ററിൻ്റെ ഫുഡ് കോർട്ട് ഭയങ്കര ഇഷ്ടമാണ്. മോസ്റ്റ്ലി എല്ലാ ടൈപ്സ് ഓഫ് ഫുഡ് കിട്ടും. മോസ്റ്റ്ലി ഇവിടെ സ്കൂൾ പൂട്ടി കഴിഞ്ഞാൽ കുട്ടികൾ മൊത്തം അവിടെ തന്നെയാവും. ഇവിടെ ഈ ബോബാട്ടി ഉണ്ടല്ലോ, ബബിൾ ടീ, അത് നല്ലോണം കുടിക്കാനായിട്ട് കുട്ടികൾ വരും. പിന്നെ കുട്ടികളുടെ മോസ്റ്റ്ലി ഒരു ഹാങ് ഔട്ടിൻ്റെ ഒരു
പ്ലേസാണ് സഹാറ സെൻറ്റർ. അതെന്താണെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. അവിടുത്തെ ഫുഡ് കോർട്ട് സൂപ്പറാണ് കാണാൻ, നല്ലൊരു വൈബാണ്, നല്ലൊരു ആംബിയൻസ് ആണ്, നല്ല ഇൻറ്റീരിയറാണ്. എനിക്ക് എത്ര പഴക്കമുള്ള മാളാണെങ്കിലും എത്ര പുതിയ മാളുകൾ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാലും എനിക്ക് സഹാറ സെൻറ്റർ എന്താ വൺ ഓഫ് മൈ ഫേവറേറ്റ് ഡെസ്റ്റിനേഷൻ ഫോർ പർച്ചിങ്സ് ആൻഡ് ഹാങ് ഔട്ടാണ്. അപ്പോൾ അതാ മോള് സ്ഥിരമായിട്ട് ഇവിടെ വന്നു കഴിഞ്ഞൊരു ബൂബാട്ടി വാങ്ങും, പിന്നെ മെക്ഡൊണാൾഡ്സിൻ്റെ ഐസ്ക്രീം വാങ്ങും. എല്ലാവർക്കും ഇവിടെ ഒരുവിധം എല്ലാവരും വരുന്നവരൊക്കെ ഒക്കെ തന്നെ ഈ സഹാറ സെൻറ്ററിൽ വാങ്ങുന്നുണ്ട്. പിന്നെ അവിടെ ലെഫ്റ്റൊക്കെ ഷവർമയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരുവിധം ചൈനീസ് കോണ്ടിനെൻ്റൽ ഫുഡ്സൊക്കെ അവിടെ കിട്ടുന്നുണ്ട്. അതാണ് അവരുടെ ഫുഡ് കോർട്ട്. അപ്പോൾ ഏകദേശം നമ്മുടെ ഇന്നത്തെ കറക്കം കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ താഴോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ. താഴെ ഭയങ്കര ഭംഗിയാട്ടോ. ഇതിൻ്റെ മെയിൻ എൻട്രൻസിൻ്റെ അവിടെ കാണാൻ ഭയങ്കര ഭംഗിയാണ്. അപ്പോൾ നമ്മൾ ഹസ്ബൻഡ് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ കുറച്ച് നേരം അവിടെ കുട്ടികൾ സാലിമയും മറയും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി കളിക്കുകയാണ്. ജസ്റ്റ് പുറത്ത് നമ്മൾ ഫാമിലിയായിട്ട് പോയപ്പോൾ ജസ്റ്റ് ഒരു വ്ളോഗ് ചെയ്യുന്ന പോലെ വീഡിയോ എടുത്തത് മാത്രം. അപ്പോൾ നമ്മുടെ ഈ വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. തിരിച്ചു പോവുകയാണ്. അപ്പോൾ വീണ്ടും പുതിയ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.